ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നാണ് ട്രംപ് എപ്പോഴും പറയുന്നത്. മോദി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. പലപ്പോഴും അവർ ഇരുവരും സംസാരിക്കാറുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നത് കാണാം. വളരെ ഊഷ്മളമായ ഒരു സ്നേഹമാണ് ഇരുവരിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊരു നടിപ്പാണ്, ഒരു നാടകമാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു നാടകം തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു സൗഹൃദം. കുറച്ചു കാലമായിട്ട് അത്ര നല്ല അടുപ്പത്തിലൊന്നുമല്ല ഇന്ത്യ. ഏകദേശം ഇന്ത്യ പാക് ഒരു സംഘർഷത്തിന് ശേഷം ട്രംപിൻ്റെ ചില നിലപാടുകളോട് നരേന്ദ്രമോദിക്ക് കുറച്ച് വിയോജിപ്പ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇറാൻ ഇസ്രായേൽ ഈ ഒരു യുദ്ധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് അത്ര നല്ല അനുകൂലമായിട്ടുള്ള നിലപാടിലല്ല ഇന്ത്യയും ഉള്ളത്. എന്തായാലും പല സാമ്പത്തിക കാര്യങ്ങളിലടക്കം അമേരിക്ക ഇന്ത്യയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള മനോഭാവമാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നികുതി ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ്. US ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നിടത്താണ് ഇത്തരത്തിലുള്ള ചില നികുതി ഭീഷണിയൊക്കെ ട്രംപ് ഉയർത്തുന്നത്. എന്നാൽ ഈ കരാർ ഇന്ത്യൻ നിയമങ്ങൾക്ക് ഇപ്പോൾ വ്യാപാര കരാർ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ഒരു കരാർ ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചുള്ളതല്ല. അവിടെ ഇന്ത്യക്കും ആ ഒരു കരാറിനോട് അനുയോജിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് എഗ്രി ചെയ്ത് പോകാൻ ഇന്ത്യക്കും താല്പര്യമില്ല. ഇതിനിടെയാണ് റഷ്യയുടെ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപ് ഈ ഒരു നിലപാട് ചില കാര്യങ്ങൾ തീരുമാനത്തിലെത്തുന്നത്. റഷ്യയുടെ എണ്ണ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. റഷ്യയുടെ എണ്ണ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഏറ്റവും കൂടുതൽ എണ്ണയും അതേപോലെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കുന്നത് ഇന്ത്യയും ചൈനയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരു രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്താൻ ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്, ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും ഇതിന് സെനറ്റ് ബില്ലിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അംഗീകാരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ഇനി അത് ഇത്തരത്തിൽ എന്താണ് അതിൻ്റെ തീരുമാനം എന്നുള്ളത് വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് ഈ തീരുമാനം ഒരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഉപരോധ ബില്ലുകൾ വോട്ടിന് അയക്കണമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ചർച്ചയ്ക്കായി എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ട്രംപിൻ്റെ ഒരു നീക്കമാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇന്ത്യയും ചൈനയും ഇതിൽ നിന്ന് പിന്മാറിയാൽ ഒരുപക്ഷെ റഷ്യയുടെ ഈ പറഞ്ഞതുപോലുള്ള റഷ്യ കുറച്ചൊന്ന് അയവ് വരും. അങ്ങനെയാണെങ്കിൽ ഇരു രാജ്യങ്ങളും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു സമാധാന ചർച്ചയ്ക്ക് സഹായമാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ട്രംപ് ഈ കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നാടകീയമായിട്ടുള്ള വാക്ചാതുര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ യുക്രൈനെ സഹായിക്കാതെ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 500% തീരുവ ചുമത്തപ്പെടും. പുടിൻ്റെ എണ്ണ 70% വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധോപകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരാണ്. അതായത് യുദ്ധോപകരണങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ എത്തിക്കുന്നതും ഇന്ത്യയും ചൈനയുമാണ്. യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് ചൈന, ഇന്ത്യ, റഷ്യ എന്നിവർക്കെതിരായ സാമ്പത്തിക ബങ്കർ ബസ്റ്ററാണ് റഷ്യൻ ഉപരോധ ബില്ല്. ബില്ലിന് 84 സഹ സ്പോൺസർമാരുണ്ട്. ബിൽ പാസ്സാകുമെന്നാണ് കരുതുന്നത് എന്നാണ് ഗ്രഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയറിൻ്റെ 2025 മെയിലെ കണക്കുകൾ പ്രകാരം റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇടപാടുകാരാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. മെയിൽ 4.2 ബില്യൺ യൂറോയുടെ ഇന്ധനമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയത്. മൊത്തം ക്രൂഡ് ഓയിലിൻ്റെ 72% ഇന്ത്യ വാങ്ങിയിരുന്നു. അതേസമയം US ഉപരോധ ബില്ലിനെ കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും വിഷയം പരിഗണിക്കുകയാണെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ പറഞ്ഞിരുന്നു. US സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിരുന്നു ഇന്ത്യ. ജൂണിൽ ഇതുവരെ പ്രതിദിനം ശരാശരി 22 ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തെന്നും ഇത് 2 വർഷത്തെ ഉയരമാണെന്നും വിപണി നിരീക്ഷകരായ കെപ്ലറിൻ്റെ
കണക്കുകൾ വ്യക്തമാക്കി. ഇതാകട്ടെ ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയോജിത പ്രതിദിന ശരാശരിയേക്കാൾ കൂടുതലുമാണ്. മെയ്യിൽ പ്രതിദിനം ശരാശരി 19.6 ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണയായിരുന്നു ഇന്ത്യ വാങ്ങിയത്. ഏതായാലും പശ്ചിമേഷ്യയിലെ ഇറാൻ ഇസ്രായേൽ ഈ ഒരു സംഘർഷത്തെ തുടർന്ന് കുറച്ച് മുൻകൂട്ടി തന്നെ ഇറക്കുമതി ചെയ്തിരുന്നു. എണ്ണ ഇറക്കുമതി ഇന്ത്യ റഷ്യയിൽ നിന്നും ചെയ്തിരുന്നു. ഇതൊക്കെയായിരിക്കും ഒരു പക്ഷേ ട്രംപിനെ കുറച്ചുകൂടി പ്രകോപിതനാക്കാനുള്ള കാരണം. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്നുള്ളൊരു ഇതിനെ ഭയന്ന് നേരത്തെ ഇന്ത്യ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഏതായാലും വല്ലാതെ ട്രംപ് ഇന്ത്യയെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യ മാത്രമല്ല ചൈനയ്ക്ക് നേരത്തെ ഇത്തരത്തിലുള്ള തീരുവയൊക്കെ ചുമത്തിയിരുന്നു. പക്ഷെ പിന്നീട് അത് ലൈവ് വരികയും ഇറാൻ ഇസ്രായേൽ ഈ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും ഇതിനിടയ്ക്ക് അസിം മുനീറിന് വിരുന്ന് നൽകുകയും കാനഡയിൽ പോയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് വിരുന്ന് സൽക്കാരത്തിന് സ്വീകരിക്കാൻ വിളിക്കുകയും എന്നാൽ ഒന്ന് പോ മോനെ ദിനേശ എന്നുള്ള മട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെറ്റ് ഔട്ട് അടിച്ചിങ്ങ് നാട്ടിൽ നമ്മുടെ രാജ്യത്ത് തിരിച്ചെത്തുകയാണ് ചെയ്തത്. എന്തായാലും മോദിയുടെ അടുത്ത് പല രീതിയിലുള്ള അടവുകളും ട്രംപ് ഇപ്പോൾ പ്രയോഗിക്കുന്നുണ്ട്. ചൊറിയാൻ ശ്രമിച്ചു, പാകിസ്ഥാനെ ഉപയോഗിച്ച് തന്നെ ചൊറിയാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അതിലൊന്നും നമ്മുടെ രാജ്യം വീണിട്ടില്ല. എന്നാൽ കൃത്യമായ തിരിച്ചടി തന്നെ കൊടുക്കുക തന്നെ ചെയ്തു. ഇപ്പം റഷ്യയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ഇന്ത്യ പാക് സംഘർഷം വന്നപ്പോൾ ഇസ്രായേലും റഷ്യ നമ്മളോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്തത്. പണ്ടും ഇത്തരത്തിൽ റഷ്യ ഇന്ത്യയോടൊപ്പം ഒരു വല്ലാത്ത നയതന്ത്ര ബന്ധം മാത്രമല്ല അല്ലാത്ത വാണിജ്യ ബന്ധവും ഒക്കെ റഷ്യ എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഇല്ലാതാക്കാൻ ട്രംപ് അതിന് വെറുതെ വെച്ച വഴി അങ്ങ് വെച്ചിരുന്നാൽ മതി, വെറുതെ അങ്ങ് ഇരുന്നാൽ മതി, അധികം മോഹിക്കേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇന്ത്യ. മാത്രമല്ല ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ ട്രംപ് എന്തോ ഇടപെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷം നിർത്തിയെന്ന് പലവരും പറഞ്ഞു. പക്ഷേ എസ് ജയശങ്കർ ഇത്തരത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അന്ന് ആ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവെന്നും ഒരിക്കലും ഇന്ത്യ യുദ്ധം അവസാനിപ്പിക്കണം, സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ആ ഒരു തീരുമാനത്തിലെത്തിയെന്നുമാണ് കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ട്രംപ് സമാധാനത്തിന് വേണ്ടി നൊബേൽ സമ്മാനം വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള പല സംഘർഷം ഞാൻ ഒഴിവാക്കി, ഞാൻ സമാധാനം നിലനിർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് മണ്ടൻ രീതികൾ ഇപ്പോൾ ഒരു രാജ്യവും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടാകുന്നു, ഇസ്രായേലിനെ കൊണ്ട് ഗാസയെ മുഴുവനും തരിപ്പണമാക്കുന്നു. ഇപ്പോൾ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു, അല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇസ്രായേൽ അതിന് പ്രതികരിക്കുന്നില്ല. ഈ പറഞ്ഞ ഗാസ പ്രതികരിക്കുന്നില്ല, ഹമാസ് പ്രതികരിക്കുന്നില്ല. പക്ഷെ ട്രംപ് പറയുന്നു ഇനി അവിടെ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാവില്ല എന്ന്. കാരണം ഇദ്ദേഹം ഇങ്ങനെ മാറി മറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാനില്ലാണ്ട് മറ്റുള്ള രാജ്യങ്ങളെ ചൊറിഞ്ഞും അവിടെ പരസ്പരം കലഹമുണ്ടാക്കിയും അധികാരത്തിൻ്റെ ഒരു വല്ലാത്ത ധൂർത്ത് അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അടിച്ചുവിടുന്നു എന്നുള്ളതാണ്. വ്യാപാര ബന്ധം പറഞ്ഞ് ഈ രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം യുദ്ധത്തിലാക്കി അത് കണ്ട് രസിക്കുന്ന ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ഭരണാധികാരിയായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. ഇത്തരത്തിൽ ഇന്ത്യയുടെ അടുത്ത് അത്ര വലിയ അടുപ്പത്തിലൊന്നും അല്ല ഇപ്പം അമേരിക്ക. അത് എന്ത് തന്നെയാണെങ്കിലും പക്ഷേ ഇന്ത്യ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഞങ്ങളെ ചൊറിഞ്ഞാൽ തിരിച്ച് കൃത്യമായിട്ട് അടിക്കും. മറ്റൊരു രാജ്യം, അത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്തും അതിനു മുമ്പ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്തും ഒക്കെ ഒരു കാലത്തും നമ്മുടെ രാജ്യം മറ്റൊരു മീഡിയേഷനിൽ നിന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂ. അത് ഇനി മുമ്പോട്ട് തന്നെ പോകും. എന്തായാലും റഷ്യയുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനെതിരെ ട്രംപ് ചുമത്തിയ ഈ ഒരു തീരുവ ഇന്ത്യ കണക്കാക്കുന്നില്ല. ഇന്ത്യ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇനിയും വാണിജ്യ ഇടപാട് തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ത്യക്ക് മേലെ ഒരു നോട്ടം ട്രംപ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രാജ്യം ജാഗ്രതയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ട്രംപിന് പല ഉദ്ദേശങ്ങളും കാണും. അതെന്തായാലും നമ്മുടെ ഭാരതത്തിൽ നടക്കത്തില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കാം.